എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയതായ ഒരു ഫ്രൈ കറി ഉണ്ടാക്കാൻ പോവാണ്. അത് ഉണ്ടാക്കി ഇപ്പം കാണിച്ചു തരാം. ചീനിച്ചട്ടി വെച്ചു. ഗ്യാസ് മീഡിയത്തിലിടാവൂ, ഹൈയിലിടല്ലേ. നന്നായിട്ട് ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞുടൻ തന്നെ ഒരു 50 ഗ്രാം എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ 1 സ്പൂണ് ജീരകവും ഒരു അര സ്പൂണ് കടുകും രണ്ടും കൂടി ഇട്ടു. അത് മൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 4-5 സവാള കട്ടി കുറഞ്ഞ് അരിയണം. അത് കഴിഞ്ഞൊരു 10 പച്ചമുളകും വേണം. അത് രണ്ടും കൂടെ അതേന്ന് കണ്ടോ ഇട്ട് ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ, ഒന്ന് വാടിയാൽ മതി, മൊരിക്കരുത്. ഒന്ന് ഇളക്കി ഒന്ന് വാടി കഴിയുമ്പോൾ, ഞാനിത് കൂടുതലാണ് എടുത്തത്, ഇഷ്ടാനുസരണം ആൾക്കാർക്ക് എടുക്കാം. ഞാൻ 2 കിലോ പീച്ചിങ്ങ എന്ന് പറയും. പീച്ചിങ്ങ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. 2 തരം പീച്ചിങ്ങ ഉണ്ട്. അതിൽ ഏതാ വാങ്ങിച്ചതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെയാണ് വേണ്ട വരമ്പുള്ളത് കണ്ടോ. അപ്പോൾ ആ വരമ്പ് ചെത്തിയിട്ട് വേണ്ട എളുപ്പം നോക്കി വാങ്ങിക്കണം, മൂത്തത് വാങ്ങിക്കരുത്. ഇങ്ങനെ ചെത്തിയെടുത്തു. ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് നമ്മൾ അധികം കട്ടിയില്ലാതെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം കണ്ടോ. എന്നിട്ട് ഈ ഉള്ളിയില്ലേ സവാള, അത് വഴറ്റിയെടുക്കാൻ നിൽക്കണ്ട. ഒന്ന് ഇട്ടു ചൂടായി എന്ന് കാണുമ്പോൾ നമുക്ക് ഇതിനെയും കൂടി ഇതിനകത്തിലിടാം. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലാണ് 5-6 പേർക്ക് വേണ്ടി ഉണ്ടാക്കുക. അപ്പോൾ ആവശ്യാനുസരണം എടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് എല്ലാ മസാലയും തയ്യാറാക്കണം. ഇതിട്ടു. അതിന് ശേഷം കുറച്ച് മല്ലിയില കണ്ടോ, പൊടി പോലെ അരിഞ്ഞത് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അരിഞ്ഞു. ആ പൊടി പോലെ അരിഞ്ഞതും കൂടി ഇങ്ങോട്ട് ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് 3-4 മസാലയും കൂടെ വേണം. ഞാനൊന്ന് ഇളക്കിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞു തരാം. ഞാനിതിനെ നന്നായിട്ട് ഇളക്കി. ഒന്നാമത്തെ കാര്യം, ഹൈയിലിടുകയോ ചെയ്യല്ലേ, മീഡിയത്തിലെ മാക്സിമം മീഡിയം. സിമ്മിലിട്ടാൽ ഒന്നുകൂടി നല്ലത്. കാരണം ഇതിനകത്ത് വെള്ളമെന്ന് പറയുന്നൊരു കാര്യം നമ്മൾ തൊടുകയില്ല. നമ്മുടെ ഈ കറിയുടെ അരിഞ്ഞ ഉണ്ടല്ലോ, നമ്മുടെ ഈ തുരയ്യാന്ന് ഹിന്ദിക്കാർ പറയുന്നത് തുരയ്യ എന്നാണ്. പിന്നെ നമ്മളിവിടെ പീച്ചിങ്ങ എന്ന് പറയും. അതിനെ കഴുകിയിട്ടാണ് നമ്മൾ തൊണ്ട് ചെത്തി കളഞ്ഞത്. പിന്നെ നമ്മൾ വെള്ളം തൊട്ട് കഴിഞ്ഞാലേ ശരിയാവില്ല. ആവിക്കാണ് ഇത് വേവുന്നത്. അപ്പോൾ അതിനകത്തിന് വേണ്ട മസാല 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഞാനെന്ന് പറഞ്ഞാൽ കൂടുതൽ എടുത്തേ, 2 കിലോ ഉണ്ട്. അപ്പോൾ അത് കാരണം ആവശ്യാനുസരണമേ എല്ലാവരും പാകത്തിന് അതിന് മസാലകൾ ഇടാവൂ. ഞാൻ ഉപ്പ്, എനിക്കിത്ര ഉപ്പ് വേണം, ഒരു നല്ലൊരു സ്പൂൺ ഉപ്പ് വേണം. അപ്പം മുളക് പൊടി, അതുപോലെ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, എരിവുണ്ട്, എന്നാലും മുളക് പൊടി 1 സ്പൂണും കൂടെ ഞാൻ ഇട്ടു. അത് കഴിഞ്ഞ് കറിവേപ്പില, മല്ലിയില ഞാൻ ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇല്ല എങ്കിൽ കുഴപ്പമില്ല, കറിവേപ്പിലയും മസ്റ്റാണ്, അതും ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, എല്ലാ മസാലയും കൂടെ ഒന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ടൈറ്റുള്ള അടപ്പ് വെച്ച് മൂടി അടയ്ക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്കൊന്ന് പൊക്കിയിട്ട് വീണ്ടും ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ അടയ്ക്കണം. അങ്ങനെ ഒരു 10-15-20 മിനിറ്റോളം വേണം. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാനത് കാണിച്ചു തരാം. ഒരു 10 മിനിറ്റ് നേരം ഞാൻ സിമ്മിൽ കിടത്തി അടപ്പ് വെച്ച് ടൈറ്റാക്കി അടച്ചിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചേയില്ല കണ്ടോ. ആവി വെള്ളവും ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള ആ ഒരു ആയപ്പോൾ വെള്ളം കണ്ടോ, നമ്മൾ ഒഴിച്ച പോലെ കണ്ടോ. വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളതല്ല കേട്ടോ, ആവി കൊണ്ട് തന്നെ എല്ലാം കിട്ടിയതാണ്. പീച്ചിങ്ങയ്ക്കകത്തിലും വെള്ളം ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇനിയും എന്താ ചെയ്യണ്ടേ, അടപ്പ് വെക്കാതെ നമുക്ക് സിമ്മിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം വറ്റിച്ചെടുക്കണം നമ്മൾ. അങ്ങനെ ഒരു 10 മിനിറ്റോളം പിടിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ വെള്ളം വറ്റാൻ വേണ്ടി നമ്മൾ സിമ്മ് മാറ്റിയിട്ട് നമ്മൾ കയ്യിലിട്ടു. അപ്പോൾ പെട്ടെന്ന് വറ്റി കിട്ടും. കണ്ടോ, ഒട്ടും വെള്ളമില്ലാതെ ആയി. അപ്പോൾ നമുക്ക് പിന്നെ തിരിച്ചിട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി നല്ല ഭദ്രമായിട്ട് എടുത്തു കേട്ടോ. എല്ലാം റെഡിയായി പാത്രത്തിലോട്ടെടുത്ത് മാറ്റി. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.